നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ യുവേഫ നാഷൻസ് ലീഗ് മത്സരത്തിൽ ഗംഭീര വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിരുന്നു. 1-5 ഗോളുകൾക്കായിരുന്നു പോളണ്ടിനെ അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് തിളങ്ങിയിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹം മത്സരത്തിൽ സ്വന്തമാക്കിയിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന യുവേഫ നാഷൻസ് ലീഗ് മത്സരത്തിൽ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ക്രൊയേഷ്യയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 ഈ ഒരു മത്സരം നടക്കുക. ക്രൊയേഷ്യയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. പക്ഷേ ക്രിസ്ത്യാനോയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിരാശാജനകമായ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കില്ല. അത് പോർച്ചുഗൽ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസിൻ്റെ തീരുമാനമാണ്. റൊണാൾഡോക്ക് വിശ്രമം അനുവദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ക്രൊയേഷ്യൻ ഇതിഹാസമായ ലൂക്ക മോഡ്രിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്തതിൽ ഇപ്പോൾ ഒരല്പം ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലൂക്ക മോഡ്രിച്ച് ഇതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിർഭാഗ്യവശാൽ ഈയൊരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവില്ല. അദ്ദേഹത്തിനെതിരെ കളിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളതാണ് തീരുമാനം. ഭാവിയിൽ ഞങ്ങൾക്ക് വീണ്ടും കളിക്കളത്തിൽ പരസ്പരം ഒരുമിച്ച് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഏറ്റുമുട്ടാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ലൂക്ക മോഡ്രിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരുപാട് കാലം റയൽ മാഡ്രിഡിൽ ഒരുമിച്ച് കളിച്ചവരാണ്. രണ്ടുപേരും സഹതാരങ്ങളായിരുന്നു, സുഹൃത്തുക്കളുമാണ്. ഏതായാലും ഇന്നത്തെ മത്സരം ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും നേടിയാൽ മാത്രമാണ് അവർക്ക് നാഷൻസ് ലീഗിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുക. നിലവിൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് പോർച്ചുഗലും 2-ാം സ്ഥാനത്ത് ക്രൊയേഷ്യയുമാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 13 പോയിൻ്റാണ് പോർച്ചുഗലിനുള്ളത്. 5 മത്സരങ്ങളിൽ നിന്ന് 7 പോയിൻ്റുള്ള ക്രൊയേഷ്യ ഇപ്പോൾ പട്ടികയിൽ 2-ാം സ്ഥാനത്താണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.